ഹൈഡ്രജൻ ഇന്ധനമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ ഫെറി പുറത്തിറക്കിയതിന് പിന്നാലെ കൊച്ചി കപ്പൽശാല മികവിൻ്റെ കുതിപ്പ് തുടരുന്നു. നെതർലാൻഡ്സ് കേന്ദ്രമായ സാംസ്കിപ്പ് എന്ന പ്രമുഖ ലോജിസ്റ്റിക്സ് കമ്പനിക്ക് വേണ്ടിയുള്ള 2 ഹരിത ഹൈഡ്രജൻ ഇന്ധന കണ്ടെയ്നർ കപ്പലുകളുടെ നിർമ്മാണം കൊച്ചി ഷിപ്പ്യാർഡിൽ ആരംഭിച്ചു. നിർമ്മാണത്തിന് തുടക്കമിടുന്ന സ്റ്റീൽ കട്ടിംഗ് എന്ന ചടങ്ങ് കഴിഞ്ഞ ദിവസം കൊച്ചി കപ്പൽശാലയിൽ നടന്നു. സീ ഷട്ടിൽ എന്നും പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി വായു മലിനീകരണം ഉണ്ടാക്കാതെ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ നിർമ്മാണങ്ങളിലൊന്നുകൂടിയാണിത്. 550 കോടി രൂപയാണ് 2 കപ്പലുകളുടെയും കൂടി നിർമ്മാണത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2025 അവസാനത്തോടെ ആദ്യ കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കി നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 183 മീറ്റർ നീളവും 23 മീറ്റർ വീതിയും 8000 DWT ഭാരവുമുള്ള ഇടത്തരം കപ്പലാണിത്. 40 അടി നീളമുള്ള 365 കണ്ടെയ്നറുകൾ ഇതിൽ വഹിക്കാൻ സാധിക്കും. വർഷം 25,000 ടൺ കാർബൺ ഡയോക്സൈഡ് ബഹിർഗമനം കുറയ്ക്കാൻ ഈ ഹൈഡ്രജൻ ഇന്ധന കപ്പലിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. കപ്പൽ കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിക്കുകയും ഹൈഡ്രജൻ ഇന്ധന സാങ്കേതിക വിദ്യ കമ്പനി പിന്നീട് ഇതിൽ കൂട്ടിച്ചേർക്കുകയുമാണ് നിലവിലുള്ള പദ്ധതി. അതേസമയം ഹൈഡ്രജൻ ഇന്ധന സാങ്കേതിക വിദ്യ കൂടി ഇതിൽ ഘടിപ്പിക്കണമെങ്കിൽ അതും ചെയ്തെടുക്കുമെന്നും കപ്പൽശാല വൃത്തങ്ങൾ പറയുന്നു. ഹൈഡ്രജൻ ഇന്ധനം ഇന്ത്യയിൽ വാണിജ്യപരമായി ലാഭകരമല്ല. അതേസമയം 5 മുതൽ 10 വർഷങ്ങൾക്കുള്ളിൽ ഹൈഡ്രജൻ ബദൽ ഊർജ്ജമായി മാറുമെന്നാണ് പ്രതീക്ഷയെന്ന് കൊച്ചി കപ്പൽശാല CMD മധു S. നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് സാംസ്കിപ്പ് നോർവേ സർക്കാരിൻ്റെ ഹരിത പ്രചരണ ഫണ്ടിങ്ങിൻ്റെ ഭാഗമായി കൊച്ചി കപ്പൽശാലയ്ക്ക് 2 കപ്പലുകൾ നിർമ്മിക്കാൻ ഓർഡർ നൽകിയത്. ഈ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നാണ് കൊച്ചി കപ്പൽശാല. ഇവിടെ നിർമ്മിച്ച ഹൈഡ്രജൻ ഇന്ധനമായ ആദ്യ യാത്രാ ഫെറി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഇത് ആദ്യ സർവീസ് നടത്തുക. അവസാനവട്ട പരീക്ഷണ ഓട്ടങ്ങൾക്ക് ശേഷം അടുത്ത മാസം വാരണാസിയിലേക്ക് കൊണ്ടുപോകും. 2022 ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ഇലക്ട്രിക് കപ്പൽ കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിക്കാൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം തീരുമാനിച്ചത്. ഗ്രീൻ ഷിപ്പിംഗിലേക്കുള്ള രാജ്യത്തിന്റെ പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് പദ്ധതി പൂർത്തിയാക്കിയത്. ഗ്ലോബൽ മാരിടൈം ഗ്രീൻ ട്രാൻസിഷനുകൾക്ക് അനുസൃതമായാണ് കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഗ്രീൻ എനർജിയിലേക്കും ചെലവ് കുറഞ്ഞ ബദൽ ഇന്ധനങ്ങളിലേക്കും ചുവടുമാറ്റാനുള്ള രാജ്യത്തിന്റെ നൂതന ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. കൊച്ചി കപ്പൽശാല KPIT ടെക്നോളജീസ് ലിമിറ്റഡ്, ഹൈഡ്രജൻ ഫ്യൂൽ സെൽ മേഖലയിലെ ഇന്ത്യയിലെ ഡെവലപ്പർമാർ, ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് എന്നിവരുമായി സഹകരിച്ചാണ് ഇത്തരം കപ്പലുകളുടെ നിയമങ്ങളും വ്യവഹാരങ്ങളും വികസിപ്പിച്ചത്. ലോ ടെമ്പറേച്ചർ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള ഹൈഡ്രജൻ ഫ്യൂൽ സെൽ വെസലുകൾ അറിയപ്പെടുന്നത് ഇലക്ട്രിക് വെസൽ എന്ന പേരിലാണ്. 100 പേർക്ക് സഞ്ചരിക്കാവുന്ന വെസലിന് ഏകദേശം 17.50 കോടി രൂപയാണ് ചെലവ്. ഗതാഗതത്തിനും സാധന സാമഗ്രികൾ കൈകാര്യം ചെയ്യാനും വിവിധതരം എമർജൻസി ബാക്കപ്പ് പവർ ആപ്ലിക്കേഷനുകളടക്കം ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിക്കാം. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഫ്യൂവൽ സെല്ലുകൾ ഹെവി ഡ്യൂട്ടി ബസ്, ട്രക്ക്, ട്രെയിൻ ആപ്ലിക്കേഷനുകളിൽ ഇതിനകം പ്രയോഗിച്ച് കാര്യക്ഷമമായ സീറോ എമിഷനുള്ള പരിസ്ഥിതി സൗഹൃദപരമായ ഊർജ്ജ സ്രോതസ്സാണ്. ഇപ്പോഴാണ് അവ മറൈൻ ആപ്ലിക്കേഷനുകൾക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2030 അന്താരാഷ്ട്ര ഷിപ്പിംഗിൻ്റെ കാർബൺ തീവ്രത 40%, 2050 70% കുറയ്ക്കാൻ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിരിക്കും കപ്പലുകളുടെ നിർമ്മാണം. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.